11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ബയോമോളിക്യൂൾ എന്ന ചാപ്റ്ററാണ്. ഇതിലെ തന്നെ ആദ്യത്തെ അനാലിസിസ് പാർട്ടും ബയോമോളിക്യൂൾസ് എന്താണെന്നും ബയോ മൈക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് കൂടാതെ ബയോ മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായ എൻസൈംസ് അഥവാ രാസാഗ്നികളെ കുറിച്ചാണ്. പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ചാപ്റ്ററിൽ. മാത്രമല്ല ഈ രാസാഗ്നികളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് എത്ര കാലം ബയോളജി പഠിക്കുന്നോ അത്രത്തോളം കാലം മനസ്സിൽ വെക്കേണ്ട ചില പോയിന്റ്സാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ റിയാക്ഷൻസും നടക്കുന്നത് ഈ രാസാഗ്നികൾ ഉപയോഗിച്ചാണ്. നിങ്ങൾക്കറിയാം കാറ്റലിസ്റ്റ് അഥവാ ത്വരകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു അല്ലേ? അതെന്താണ് ചെയ്യുന്നത്? ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നു. പക്ഷേ ആ കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ രാസാഗ്നി കാറ്റലിസ്റ്റ് പുറത്ത് ചെയ്യുമ്പോൾ നമ്മളതിന് രാസാഗ്നി എന്ന് പറഞ്ഞാൽ ത്വരകങ്ങൾ അല്ലേ, ഈ കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും അവ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് അല്ലേ, ഞാൻ പഠിപ്പിക്കുന്നത് 11th 12th ക്ലാസ്സുകളാണ് സ്കൂളിൽ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ 11th പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് 12th പഠിപ്പിക്കുന്നത്. അപ്പോൾ 11th എനിക്കൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഒരു 2-3 സെക്ഷൻസ് കിട്ടുന്നുണ്ട് ബയോളജി. അപ്പോൾ അവിടെ നിന്ന് കുട്ടികളെ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയാൽ അവരെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അവർ വരുമ്പോൾ വെറും 10th നോളജുമായിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് എല്ലാം അവരെ പ്രിപ്പയർ ചെയ്ത് 12th ആ എക്സാമിൻ്റെ പടിവാതിലിൽ കൊണ്ട് നിർത്തുകയാണ്. അതോടെ അവർ പരീക്ഷ എഴുതുന്നു, അവർ പാസ് ഔട്ടായി പോകുന്നു. പക്ഷേ ടീച്ചർ ഇല്ലാതെ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടീച്ചറും ഇല്ല, ഒരു സഹായവും ഇല്ലാതെ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ 12th പാസ്സാവുക എന്ന് പറയുന്നത് വലിയൊരു കടമയാണ്. അപ്പം നമ്മൾ ടീച്ചേഴ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അവരുടെ പഠിത്തത്തിൻ്റെ റേറ്റ് കൂട്ടി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് അവരെ 12th കടത്തി വിടുകയാണ്. പക്ഷേ 12th അവർ കടന്നുപോയി അവർ മെഡിസിനും എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കോഴ്സിൽ ചേരുകയാണ്. പക്ഷെ ഞങ്ങൾ അതുപോലെ പോകുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും അടുത്തൊരു 11th ബാച്ച് ഞങ്ങൾക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ? നമ്മൾ ഈ കുട്ടികളുമായിട്ടുള്ള യാത്രയാണ്, പക്ഷെ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. അവരെ പറഞ്ഞു വിട്ട് വീണ്ടും തിരിച്ച് പുതിയൊരു ബാച്ചിനോട്ട് വരികയാണ്. അപ്പോൾ അതുപോലെയാണ് രാസാഗ്നികൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്. ഇവ രണ്ടും എന്താ ചെയ്യുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷനെ കൂട്ടി കൊണ്ടുവന്ന് റേറ്റ് നടന്നു, റിയാക്ഷൻ നടന്നു, പ്രോഡക്റ്റ് ആയി. അത് കഴിയുമ്പോൾ ഈ അതേ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം തിരിച്ചു വന്ന് അതുപോലെ ഒരു മറ്റു റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇനി ഇതിൽ എൻസൈംസിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി പറയുന്നത് സ്പെസിഫിസിറ്റിയാണ്. ഇതേ എക്സാമ്പിൾ വെച്ച് നമുക്ക് സ്പെസിഫിസിറ്റി പറയാം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കില്ല അല്ലേ. ഇപ്പം 10th വരെയൊക്കെ ഒരുവിധം നമുക്ക് എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ 11th 12th വരുമ്പോഴേക്കും ആ കണ്ടന്റിൻ്റെ ഡെപ്ത് കൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ എനിക്ക് ബയോളജിയാണ്, അപ്പം ഞാൻ ബയോളജിയാണ് പഠിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ബയോളജി എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിസിക്സ് ടീച്ചർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, കെമിസ്ട്രി ടീച്ചർ അതിന്, മാത്സ് ടീച്ചർ അതിന്, സൈക്കോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഈ കോമ്പിനേഷൻസ് എല്ലാം അവരുടേതായ സബ്ജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത് സ്പെസിഫിക്. ഇപ്പം ഞാൻ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ ഫിസിക്സ് ടീച്ചർക്ക് ആ പീരീഡ് എടുക്കാം, പക്ഷേ ടീച്ചർ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? ഫിസിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അവർ വന്ന് ബയോളജി പഠിപ്പിക്കില്ല അല്ലേ. ബയോളജി പഠിപ്പിക്കാൻ ആര് വേണം? ഞാൻ തന്നെ വേണം. അപ്പോൾ ഞാൻ വളരെ സ്പെസിഫിക് ഇൻ മൈ സബ്ജക്റ്റ്. അപ്പോൾ ഇതുപോലെയാണ് എൻസൈംസും. അവർ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നെങ്കിൽ തിരിച്ച് ആ മോളിക്യൂൾസിൻ്റെ റിയാക്ഷൻ മാത്രമേ അവർക്ക് കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് എനിക്കിപ്പോൾ കോമേഴ്സ് ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല 11th 12th, ബിക്കോസ് എനിക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അല്ലേ. അപ്പോൾ അത് സ്പെസിഫിക് ആണ്. അതിന് കോമേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത വളരെ മിടുക്കരായ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിനെ പഠിപ്പിക്കാൻ അതിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ആദ്യമായിട്ട് നോക്കുമ്പോൾ ഇവയെല്ലാം രാസാഗ്നികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓർഗാനിക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നിങ്ങൾ ക്ലാസ് 10ൽ 4 രാസാഗ്നികളാണ് പഠിച്ചത് നമ്മുടെ ദഹന പ്രക്രിയയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലേ. അതുകൂടാതെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചപ്പോൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട് ചാപ്റ്ററിൽ ഹൈഡ്രജനേഷൻ ഓഫ് വനസ്പതി അതിൽ മാത്രമാണ് നിങ്ങളൊരു രാസാഗ്നി പഠിച്ചത്, നിക്കൽ പലേഡിയം കാറ്റലിസ്റ്റ് അല്ലേ. കാറ്റലിസ്റ്റ് പഠിച്ചത്. പക്ഷേ മറ്റു റിയാക്ഷൻ നിങ്ങൾ ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ചാപ്റ്റർ തൊട്ട് കെമിസ്ട്രിയിൽ നിങ്ങൾ എന്തുമാത്രം ഇക്വേഷൻസാണ് പഠിച്ചത്. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചില്ല, ഒരിടത്തേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ എല്ലാ റിയാക്ഷനും കാറ്റലിസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ചില റിയാക്ഷൻസിന് കാറ്റലിസ്റ്റ് ഇൻവോൾവ് ആണ്. അതേസമയം നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ സംഭവിക്കുമ്പോൾ എവ്രി സിംഗിൾ റിയാക്ഷൻ, ഓരോ റിയാക്ഷനും നടക്കണമെങ്കിൽ എന്ത് വേണം? രാസാഗ്നി കൂടിയേ തീരുള്ളൂ.
പിന്നെ ഈ എൻസൈംസ് ഉണ്ടാകുന്നത് ഒരു ഇനാക്റ്റീവ് ഫോമിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വീണ്ടും 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ വയറിൽ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആമാശയത്തിൽ ദഹനത്തിന് വേണ്ടിയിട്ട് ഏത് എൻസൈമാണുള്ളത്? പെപ്സിൻ ഉണ്ടല്ലേ, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇനാക്റ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത്, പെപ്സിനോജൻ. അതിനെ ആരാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷനിൽ പഠിച്ചു. ആക്ടിവേറ്റ്സ് പെപ്സിനോജൻ ടു പെപ്സിൻ. പെപ്സിൻ ആണ് ആക്റ്റീവ് ഫോം, പെപ്സിനോജൻ ഇനാക്റ്റീവ് ഫോം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും രാസാഗ്നികൾ ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാകുന്നത്. ആവശ്യ സമയത്ത് മാത്രമാണ് അവ യഥാർത്ഥ ആക്റ്റീവായിട്ടുള്ള രാസാഗ്നികളായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രോ എൻസൈം. ഇനാക്റ്റീവ് ആണ് പ്രോ എൻസൈം ഓർ സൈമോജൻസ് എന്ന് പറയാം. പിന്നെ ഉള്ളത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എല്ലാ എൻസൈംസും ബേസിക്കലി എന്താണ്? പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ പ്രോട്ടീൻസ് കൊണ്ടാണ് എല്ലാ എൻസൈംസും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് ആണോ? അല്ല. പ്രോട്ടീൻ വേറെ പല ജോലിയുണ്ടല്ലേ. അതിൽ ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻ മാത്രമാണ് രാസാഗ്നികളായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം റിസപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെമ്പറൈൻ പ്രോട്ടീൻസ് ഉണ്ട്. അവർക്ക് ഒത്തിരി പണി വേറെയുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ഇതായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാ രാസാഗ്നികളും പ്രോട്ടീൻസ് ആണ്, എല്ലാ പ്രോട്ടീൻസും രാസാഗ്നികളല്ല. എന്നാലും ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. 99.9% എന്താണ്? പ്രോട്ടീൻസ് ആണ്. പക്ഷേ ചില സമയത്ത് ന്യൂക്ലിക് ആസിഡായ RNAയും എൻസൈമായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ അതിനെ പറയുന്ന പേരാണ് റൈബോസൈം. ചില കെമിക്കൽ റിയാക്ഷന് റൈബോസൈം കൂടിയേ തീരൂ. അത് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. പിന്നെ ജനറലി പറഞ്ഞു പോയ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു, വിത്ത് എക്സെപ്ഷൻ ഓഫ് റൈബോസൈം. പിന്നെ സ്പെസിഫിക് ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തെർമോലബൈലാണ്, ടെമ്പറേച്ചറിൽ വളരെ സെൻസിറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ എൻസൈംസിൻ്റെ പ്രവർത്തനം അപ്പാടെ തകരാറിലാകും. അപ്പോൾ എല്ലാ എൻസൈമും വർക്ക് ചെയ്യാൻ അതിൻ്റേതായ ഒരു സ്പെസിഫിക് ഒപ്റ്റിമം ലെവൽ ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ ലാൻഡ് ഓർഗാനിസംസ് റേഞ്ചിങ് ഫ്രം 25 ഡിഗ്രി ടു 35 ഡിഗ്രി ആ റേഞ്ചിലാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ നമ്മുടെ എൻസൈംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ആ ഒരു ഒപ്റ്റിമം ലെവലിലാണ്. ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ചില ഹോട്ട് സ്പ്രിങ്സിലൊക്കെ പോകുമ്പോൾ ബാക്ടീരിയ അവയ്ക്ക് കൂടുതൽ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അത് തെർമോസ്റ്റേബിൾ ആണ്. കാരണം അവിടെ ആവറേജ് ടെമ്പറേച്ചർ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ 100 ഡിഗ്രിയാണ്. അപ്പോൾ അവരുടെ ടെമ്പറേച്ചറും അത്രയും സ്റ്റേബിൾ ആയിരിക്കണം. ഓരോ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വരുമ്പോഴും 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ആവും. ഓരോ 10 ഡിഗ്രി ഇൻക്രീസിലും റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ആകും. അതുപോലെ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഹാഫ് ആകും. ഓക്കെ. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി കൂടിയാലും എൻസൈമിന് എൻസൈം നശിച്ചു പോകും, ഒത്തിരി കുറഞ്ഞാൽ എൻസൈം ഇനാക്റ്റീവ് ആയി പോകും. അതിനെക്കുറിച്ച് നമുക്കിനി തുടർച്ചയായി പഠിക്കാം. ഇനി ഞാനിപ്പോൾ പറഞ്ഞ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ എന്താണ് ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ? റേറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്നതിനെ, അതായത് ഞാനിപ്പോൾ റിയാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു, 2 സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റ് എന്ന വാക്കിൻ്റെ ഉദ്ദേശിക്കുന്നത് ഏത് ഒരു വസ്തുവിലാണോ റിയാക്ഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, അതായത് റെസ്പിറേഷൻ നടക്കുന്ന മോളിക്യൂൾ ഏതാണ്? ഗ്ലൂക്കോസ് അല്ലേ. ഗ്ലൂക്കോസിനെ വിഘടിച്ചല്ലേ ഓക്സിജൻ നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ ആ ഗ്ലൂക്കോസ് ആണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഏത് ആണ് ഇപ്പം നമുക്ക് റിയാക്റ്റൻ്റ് എന്ന് പറയില്ലേ, അത് നമ്മുടെ ബോഡിയിലെ ഏത് വസ്തുവിലാണോ ആ റിയാക്ഷൻ നടക്കുന്നത് അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്പീഡ് പറയുന്നില്ല, പക്ഷേ എനിക്കത് എത്രത്തോളം ഫോം ചെയ്യുന്നു നോക്കുമ്പോഴാണ് സ്പീഡ്. അതിന് നമ്മൾ എന്ത് കൂടെ കൊണ്ടുവരും? ടൈമും കൂടെ ഇൻവോൾവ് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ΔP/ΔT എന്ന് എടുക്കാം. ഇവിടെ ഡെൽറ്റ എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഇൻ ദ പ്രോഡക്റ്റ് ഫോം. ഫോർ എക്സാമ്പിൾ, ആദ്യം 100 പ്രോഡക്റ്റ് ആണ് ഉണ്ടായത്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് 1000 മോളിക്യൂൾസ് ആയി. അപ്പോൾ ഡിഫറൻസ് എത്ര? ΔP എത്രയാ? 900 അല്ലേ. ഡിവൈഡഡ് ബൈ ടൈം എത്ര? 1 മണിക്കൂർ. അപ്പോൾ ടൈം എന്ന ഫാക്ടർ കൊണ്ടുവരുമ്പോഴാണ് നമ്മളതിനെ റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലേ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ടൈം ഫാക്ടർ കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ കാർബോണിക് ആസിഡ് എന്നൊരു മോളിക്യൂള് ഉണ്ടാകും. ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. സാധാരണയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുണ്ട്. അത് നമ്മുടെ മഴവെള്ളവുമായിട്ട് ചേർന്നിട്ട് കുറച്ച് കാർബോണിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് റെയിൻ വാട്ടറിന് ചെറിയ അസിഡിക് സ്വഭാവമാണ് ഉള്ളത്.
പക്ഷേ ഇതൊരു വളരെ സ്ലോ റിയാക്ഷൻ ആണ്. സാധാരണഗതിയിൽ 200 മോളിക്യൂൾസ് ആണ് ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വളരെ സ്ലോ റിയാക്ഷൻ. ഒരു മണിക്കൂറൊക്കെ മഴ പെയ്താൽ വെറും 200 മോളിക്യൂൾ ഓഫ് കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. ഇതേ രാസപ്രവർത്തനം ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ടിഷ്യൂസിൽ നിന്ന് ലങ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബൈകാർബണേറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബൈകാർബണേറ്റ് ഫോർമേഷൻ എന്ത് വേണം? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലുള്ള വെള്ളവുമായിട്ട് ലയിച്ച് ചേർന്ന് കാർബോണിക് ആസിഡായിട്ട് മാറിയിട്ട് ആ കാർബോണിക് ആസിഡാണ് ബൈകാർബണേറ്റ് അയോൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതേ റിയാക്ഷൻ നടക്കണമെങ്കിൽ രാസാഗ്നി ആവശ്യമാണ്. അപ്പോൾ ഏത് രാസാഗ്നിയാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്? കാർബോണിക് അൻഹൈഡ്രേസ്. ഈ ചാപ്റ്റർ ബയോളജി മൈ പാഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന എൻസൈം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ റേറ്റിന് സംഭവിക്കുന്ന വ്യത്യാസം അറിയാമോ? 600,000, അതായത് 6 lakh 6 ലക്ഷം മോളിക്യൂളാണ് ഒരു സെക്കൻഡിൽ. അപ്പം പുറത്ത് കാറ്റലിസ്റ്റ് ഇല്ലാതെ 200 മോളിക്യൂൾ ഒരു മണിക്കൂറിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് രാസാഗ്നിയുടെ സാന്നിധ്യത്തിൽ ഒരു സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തുമാത്രം ആണ് ഇത് സ്പീഡപ്പ് ചെയ്യുന്നത് നോക്കൂ. ഓൾമോസ്റ്റ് 10 മില്യൺ ടൈംസ് ആണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത നമ്മുടെ രാസാഗ്നികൾ കൂട്ടിത്തരുന്നത്. നമ്മൾ കണ്ടു എൻസൈംസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാസാഗ്നികളുടെ സാന്നിധ്യത്തിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഒത്തിരി കൂടുന്നുണ്ടെന്നല്ലേ. അതായത് 10 മില്യൺ ടൈംസ് ആണ് കൂടുന്നത്. പക്ഷെ എങ്ങനെയാണ് എൻസൈംസിന് ഇത്രയും ഹൈ റേറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സബ്സ്ട്രേറ്റ് എന്തെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഏതൊരു സബ്സ്റ്റൻസിലാണോ റിയാക്ഷൻ നടന്ന പ്രോഡക്റ്റായി മാറുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഫോമിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ റിയാക്ടൻസിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ടേൺ ഓവർ നമ്പർ, അതായത് ഒരു മിനിറ്റിൽ എത്ര മോളിക്യൂൾസ് ഓഫ് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുന്നു എന്നതാണ് ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. ഇത് എൻസൈമിൻ്റെ എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഓരോ എൻസൈമിനും ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എൻസൈംസ് എന്താണ് 3 ഡയമെൻഷൻ സ്ട്രക്ചർ പറഞ്ഞല്ലേ, അതിൽ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എൻസൈം ഒരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻസൈമിൻ്റെ ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് എൻസൈം ആക്റ്റീവ് സൈറ്റ്. അതായത് ഇപ്പോൾ ഇതാണ് ഒരു എൻസൈമിൻ്റെ സ്ട്രക്ചർ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഒരു പോക്കറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഇവിടേക്ക് സപ്പോസ് ഇങ്ങനെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ, എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സബ്സ്ട്രേറ്റിന് ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് സൈറ്റ്, അതിനെ സബ്സ്ട്രേറ്റ് ഫിറ്റ് ചെയ്യുന്ന ആ സൈറ്റിനെ നമുക്ക് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് എന്നും പറയും. അപ്പോൾ ഈ എൻസൈമും ഈ സബ്സ്ട്രേറ്റും കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ആ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇവിടെ ഒരു ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. എന്ത് ട്രാൻസിഷനാണ്? നമ്മുടെ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു സബ്സ്ട്രേറ്റ് ആണെന്ന് കരുതുക. എൻ്റെ കൈയാണ് എൻസൈം, അത് അതിനെ ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ എൻസൈംസ് ഇതിൻ്റെ എനർജി കൂട്ടിക്കൊണ്ടുവന്ന് അതിലെ ചില ബോൺസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി. ഓക്കെ, ഇനി അത് കഴിയുമ്പോൾ എന്തായിട്ട് ഇതിനെ അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ചേഞ്ച് സംഭവിക്കുന്ന എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു ടൈമിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ കുറച്ച് കടമ്പകൾ കടക്കാനുണ്ട്. അതായത് മെയിനായിട്ട് എനർജി. നമുക്കൊരു ഗ്രാഫിക്കൽ ഫോമിൽ നോക്കിയാൽ ഇതിപ്പോൾ ഒരു ഗ്രാഫാണ്. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഇവിടെ ഇപ്പോഴാണ് സബ്സ്ട്രേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലാണ് പൊട്ടൻഷ്യൽ എനർജി നിൽക്കുന്നത്. ഇനി ഈ സബ്സ്ട്രേറ്റ് സാധാരണ രീതിയിൽ പ്രോഡക്റ്റ് ആവണമെങ്കിൽ ഇത് പോയി ഈ ഒരു ഹൈറ്റ്, ഇത്രയും എനർജി ലെവൽ, അതായത് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തുള്ളൂ. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എന്തായിട്ട് മാറാൻ പറ്റും? പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ സ്റ്റേറ്റ്, അഥവാ ഇവിടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഇത്ര എനർജി ലെവലിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ട്രാൻസിഷൻ ലെവൽ എത്തിയാൽ മാത്രമേ അതിന് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഒത്തിരി സമയം എടുക്കും. കാരണം ഇത്രയും എനർജി അറ്റൈൻ ചെയ്ത് വരണ്ടേ, അതിനാണ് ഒത്തിരി സമയം എടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഈ രാസാഗ്നികൾ ഓരോ റിയാക്ഷനും എത്ര മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടു.
10 മില്യൺ ടൈംസ് കൂട്ടുകയാണ് അല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻസൈംസ് ഈ ആക്ടിവേഷൻ എനർജിയെ കുറച്ചു കൊണ്ടുവരും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഹൈ ജമ്പ് ചാടുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ചാടാൻ കഴിയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മേ ബി 1.2 മീറ്റേഴ്സ് ആണ്. പക്ഷേ ആ ക്രോസ് ബാർ ഇപ്പോൾ 1.5 മീറ്ററിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ചാടാൻ പറഞ്ഞ് ഓടി വന്ന് ചാടി 2-3 തവണ ചാടിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കോച്ച് എന്ത് ചെയ്യും? അതിനെ 1.2 താഴ്ത്തി വെച്ച് തരും. അപ്പോൾ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യുന്നു. നിങ്ങളത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ കുറച്ച് 1.25 അല്ലെങ്കിൽ പിന്നെ 1.3 അങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ട് പോകുള്ളൂ അല്ലേ. അപ്പോൾ ആ കുറച്ച് തരുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ചാടാൻ കഴിയുന്ന ഒരു ലെവലിലേക്കാണ് കോച്ച് ആദ്യം വെച്ച് തരുന്നത്. അപ്പോൾ ഈ എൻസൈം നിങ്ങളുടെ കോച്ചിനെ പോലെയാണ്. ഈ ആക്ടിവേഷൻ എനർജി ഇത്രയും എത്താനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എൻസൈം അതിനെ കുറച്ച് ഇത്രയാക്കി തരും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് എനർജി ലെവൽ. അവിടെ വരെ പോകണ്ട, അതിന് മുമ്പ് തന്നെ ഈ സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ടൈം അത്രയും കുറഞ്ഞ് കിട്ടിയില്ലേ, അതാണ് റേറ്റ് കൂടാനുള്ള കാരണം. സോ എൻസൈംസ് ആക്ടിവേഷൻ എനർജിയെ കുറച്ച് കൊണ്ടുവന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ ലെവൽ കുറഞ്ഞ് പെട്ടെന്ന് അത് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു.